നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഈ നോട്ടിഫിക്കേഷൻ ബാറിലെ ഒരുപാട് ഐക്കണുകൾ കാണാൻ സാധിക്കും. ഈ ഐക്കണുകളിൽ നമ്മളറിയാത്ത പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കാണാൻ സാധിക്കും. ചില ആളുകളുടെ ബാറ്ററിയുടെ എത്ര പെർസെൻറ്റേജാണ് ബാറ്ററി എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ തന്നെ ബാറ്ററി 84% കാണിക്കുന്നുണ്ട്. ചില ആളുകളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയിൽ പെർസെൻറ്റേജ് കാണിക്കില്ല. പെർസെൻറ്റേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര ശതമാനം ബാറ്ററി ഉണ്ട് എന്ന് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ സ്റ്റൈല് മാറ്റാൻ സാധിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ എങ്ങനെയാണോ കാണേണ്ടത്, ആ ഐക്കൺ മാത്രം കണ്ടാൽ മതിയോ, അല്ലെങ്കിൽ ഐക്കണുകളുടെ നമ്പർ കാണിച്ചാൽ മതിയോ, അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ നമ്മുടെ ഫോണിനകത്തുണ്ട്. നിങ്ങൾ മറ്റൊരാളുടെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാൽ അയാളുടെ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ മുകളിൽ നമുക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും മുകളിൽ ഒരുപാട് ഐക്കണുകൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിൽ ഇല്ലാത്ത ഐക്കണുകൾ ഉണ്ടാകും, നിങ്ങളുടെ ഫോണിലുള്ള ഐക്കണുകളും ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാമെന്നുള്ള ചെറിയൊരു ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. കാരണം നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ പോരാ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ സ്റ്റാറ്റസ് ബാർ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും സ്റ്റാറ്റസ് ബാർ എന്ന്. ചില മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ ബാർ എന്നായിരുന്നു കാണാൻ സാധിക്കുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ സ്റ്റാറ്റസ് ബാർ എന്നാണ് കാണിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് അതിനകത്തുള്ള ഫീച്ചറുകൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഐക്കൺസ് എന്നാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വാട്സപ്പിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഒക്കെ മെസ്സേജ് വന്നാൽ, നോട്ടിഫിക്കേഷൻ വന്നാൽ വാട്സപ്പിൻ്റെയും ഐക്കണുകൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ മുകളിലെ ഷോ ഐക്കൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ഷോ നമ്പർ എന്നാണ്. ഐക്കണുകൾക്ക് പകരം നമ്പർ കാണിക്കാനുള്ള ഓപ്ഷനാണ്. മൂന്നാമത്തെ ഡു നോട്ട് ഷോ. ഒരു നോട്ടിഫിക്കേഷൻ്റെ ഐക്കണും നമ്പറൊന്നും എനിക്ക് കാണിക്കണ്ട എന്നാണെങ്കിൽ, അതായത് മുകളിലേക്ക് നോക്കുമ്പോൾ അത് ഫ്രീ ആയിട്ട് കിടക്കണം എന്നാണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഞാനിവിടെ ഷോ ഐക്കൺ എന്നാണ് ക്ലിക്ക് ചെയ്യുന്നത്. വാട്സപ്പിൽ വരുന്ന മെസ്സേജ് വാട്സപ്പിലാണെന്ന് മനസ്സിലാക്കാനും ഫേസ്ബുക്കിൽ നിന്ന് വരുന്ന മെസ്സേജ് ഫേസ്ബുക്കിലാണെന്ന് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഷോ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ബാറ്ററി സ്റ്റൈലാണ്. ചില ആളുകളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി സ്റ്റൈല് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹൊറിസോണൽ മോഡലിലും അതുപോലെ തന്നെ വെർട്ടിക്കൽ മോഡൽ, അതുപോലെ തന്നെ ലൂപ്പ് സൈസിൽ ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഒന്നാമത്തെ ഹൊറിസോണൽ മോഡലാണ്. സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഇതുപോലെ കിടക്കുന്ന ഒരു ബാറ്ററി സ്റ്റൈലാണ്. രണ്ടാമത്തെ വെർട്ടിക്കൽ കുത്തനെ നിൽക്കുന്ന സ്റ്റാറ്റസാണ്. മൂന്നാമത്തെ ലൂപ്പ് ഒരു പ്രത്യേക റൗണ്ടിൽ കാണിക്കുന്നതാണ് നമ്മുടെ ബാറ്ററിയുടെ സ്റ്റൈല്. നാലാമത്തത് ഡു നോട്ട് ഷോ. അത്തരത്തിൽ ഒരു തരത്തിലും നമ്മുടെ ഫോണിനകത്ത് ബാറ്ററി കാണിക്കേ വേണ്ട എന്നാണെങ്കിൽ ഡു നോട്ട് ഷോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ബാറ്ററി പെർസെൻറ്റേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ മൊബൈൽ ഫോണിൽ എത്ര ശതമാനം ബാറ്ററി ഉണ്ട് എന്ന് വളരെ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള ഫീച്ചറാണ്. പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് 20%, 30% ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫോൺ ചാർജിലേക്ക് ഇടാൻ ഈ പെർസെൻറ്റേജ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൻ്റെ പെർസെൻറ്റേജ് മുകളിൽ കാണുന്ന ഇൻസൈഡ് ബാറ്ററി ഐക്കൺ എന്നാണ്. നമ്മുടെ ബാറ്ററിയുടെ ചിത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ പെർസെൻറ്റേജ് കാണിക്കാനാണ്. ഇവിടെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഔട്ട്സൈഡ് ബാറ്ററി ഐക്കൺ. നമ്മുടെ ബാറ്ററിക്ക് പുറത്ത് പെർസെൻറ്റേജ് കാണിക്കാനാണ്. ഇപ്പോൾ ഞാനത് സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫോണിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാറ്ററിക്ക് ഏറ്റവും മുകളിൽ തൊട്ടടുത്ത് തന്നെ 83% എന്ന് കാണിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഡു നോട്ട് ഷോ, അതായത് നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കേണ്ട എന്നാണ്. അപ്പോൾ ചില ആളുകളുടെ മൊബൈൽ ഫോണിലൊക്കെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കില്ല. അത് കാരണം ഈ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ ഈ സെറ്റിങ്സിലെത്തി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്കിവിടെ ഓരോന്നും സെറ്റിങ്സ് കാണാം. ബ്ലൂടൂത്ത്, വൈഫൈ, സൈലൻറ്റ് മോഡ്, ഇതൊക്കെ ഇവിടെ ഓണായിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോണിനകത്തുള്ള ഓരോ ഫീച്ചറുകളുടെയും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ സ്റ്റാറ്റസ് ബാറിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വൈഫൈ ഓൺ ആകുമ്പോൾ വൈഫൈയുടെ ചിഹ്നം കാണിക്കാൻ, ബ്ലൂടൂത്ത് ഓൺ ആകുന്ന സമയത്ത് ബ്ലൂടൂത്തിൻ്റെ ചിഹ്നം കാണിക്കാൻ, ഇതൊക്കെ നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ നിങ്ങൾക്ക് സൈലൻറ്റ് മോഡ് ആകുന്ന സമയത്ത് മുകളിൽ സൈലൻറ്റ് മോഡ് എന്ന് എഴുതി കാണിക്കും. അങ്ങനെ അലാറം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോണിനകത്ത് അലാറത്തിൻ്റെ ചിഹ്നം കാണിക്കും. ഇങ്ങനെ ഓരോന്നിൻ്റെയും ഇത് നമ്മൾ എനേബിൾ ചെയ്തതൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഓൺ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ഡിസേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ ബാറിനകത്ത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം ഫീച്ചറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത്. ഇനി ഒരുപാട് ഫീച്ചർ ഇതിനകത്തുണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.